Welcome all to Sunus Bios video. First year higher secondary examination സെപ്റ്റംബർ 2021 നടത്തിയ ആനുവൽ എക്സാം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത്. ബയോളജി 2 വിഷയങ്ങൾ കൂടിയതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ബോട്ടണിയും സുവോളജിയും. ടോട്ടൽ സ്കോർ ഈസ് 60. ടൈം 2 hours, കൂൾ ഓഫ് ടൈം 20 minutes, പ്രിപ്പറേറ്ററി ടൈം 5 minutes. 20 minutes കൂൾ ഓഫ് ടൈമിൽ ആദ്യം 10 മിനിറ്റ് ബോട്ടണി എക്സാമിൻ്റേതാണ്. മാത്രമല്ല ബോട്ടണി എക്സാമാണ് ആദ്യം എഴുതേണ്ടത്. 1 hour ബോട്ടണി എക്സാമിന് ശേഷം വീണ്ടും 10 minutes കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സുവോളജി എക്സാമിന് വേണ്ടി സുവോളജി എക്സാം 1 hour ആണ്. ഇതിൻ്റെ ഇടയിലായി 5 minute ബോട്ടണി എഴുതി കഴിഞ്ഞ ആൻസർ ഷീറ്റ് വാങ്ങുന്നതിനും സുവോളജി എഴുതാൻ വേണ്ട ആൻസർ ഷീറ്റ് നൽകുന്നതിനുമായി പ്രിപ്പറേറ്ററി ടൈമായി 5 minute നൽകുന്നു. ഈ വർഷത്തെ സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾക്ക് പ്രത്യേകതകളുള്ളതിനാൽ പാഠഭാഗത്ത് ഏത് പേജുകളിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടെത്താൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. അതിൻ്റെ പിക്ചർ കൂടി ഇതിലിടുന്നു. ഈ ശ്രമം വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടുപിടിക്കുന്നതിനും ശരിയായ ഉത്തരം കണ്ടെത്തുന്നതിനും സഹായിക്കുന്നതാണ്. സോ നൗ വി ക്യാൻ ഗോ ടു ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. 3 പാർട്ടുകളായാണ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. 1 mark ക്വസ്റ്റ്യൻ, 2 mark ക്വസ്റ്റ്യൻസ് ആൻഡ് 3 mark ക്വസ്റ്റ്യൻസ്. 1 mark ക്വസ്റ്റ്യൻ 6 എണ്ണം തന്നിട്ട് 3 എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. 2 mark ക്വസ്റ്റ്യൻസ് 18 എണ്ണം തന്നിട്ട് 9 എണ്ണം എഴുതാൻ പറഞ്ഞിരിക്കുന്നു. 3 mark ക്വസ്റ്റ്യൻസ് 6 എണ്ണം തന്നിട്ട് 3 എണ്ണം എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. There are 2 columns. First column hard sound, second column cost due to. Hard sound, first sound given as lab, LAB. It is wrong or spelling mistake ആണത്. കാരണം രണ്ടാമത്തെ ഹാർട്ട് സൗണ്ട് ഡബ് എന്ന് തന്നിട്ടുണ്ട്, DUB. സോ നമുക്ക് മനസ്സിലാക്കണം അത് ക്വസ്റ്റ്യൻ പേപ്പർ എററാണ്. അതുകൊണ്ട് LUB എന്ന് തിരുത്തി വായിച്ച് ആൻസർ എഴുതേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ഇനി നമ്മൾക്ക് NCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 285 നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ്. ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലബ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലോസർ ഓഫ് ദ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ്, whereas the second heart sound dub is associated with the closer of semilunar valves. So the answer is lub, caused due to closer of tricuspid and bicuspid valves, dub, closer of semilunar valves. Second question, observe the picture and answer the questions. A, identify the pictures. B, how does the structure help the organism? ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ, ചിത്രത്തിൻ്റെ പേരെഴുതുക. ബി, ഇത് എങ്ങനെയാണ് ആ ജീവിയെ സഹായിക്കുന്നത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. റെഫർ NCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 50. ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് നീഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ് ഈ ചിത്രം തന്നിട്ടുണ്ട്. പേജ് നമ്പർ 50 അതിന് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. നീഡോബ്ലാസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ആൻകറേജ്, ഡിഫെൻസ് ആൻഡ് ഫോർ ദ ക്യാപ്ചർ ഓഫ് പ്രേ. സോ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2, എ, ഐഡൻറ്റിഫൈ ദ പിക്ചർ, നീഡോബ്ലാസ്റ്റ്. ബി, ഹൗ ഡസ് ദിസ് സ്ട്രക്ചർ ഹെൽപ്പ് ദ ഓർഗാനിസം? ഫസ്റ്റ് വൺ ആൻകറേജ്, സെക്കൻഡ് വൺ ഡിഫെൻസ്, തേർഡ് വൺ ഫോർ ക്യാപ്ചർ ഓഫ് പ്രേ. Third question, name the following. A, structure which connects 2 cerebral hemispheres. B, 4 rounded swellings in midbrain. പേരെഴുതുക. 2 സെറിബ്രൽ ഹെമിസ്ഫെയറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം. ബി, മധ്യമ മസ്തിഷ്കത്തിൽ കാണപ്പെടുന്ന 4 ഉരുണ്ട മുഴകൾ. ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പേജ് നമ്പർ 321 തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സ്ട്രക്ചർ വിച്ച് കണക്ട്സ് 2 cerebral hemispheres ഈസ് corpus callosum, and second one, 4 rounded swellings in midbrain is corpora quadrigemina. So answer for question number 3 is A, corpus callosum, B, corpora quadrigemina. Fourth question, respiratory disorder in which alveolar walls are damaged, due to which respiratory surface is decreased. ആൽവിയോളാർ ഭിത്തിക്കുണ്ടാകുന്ന തകരാറുകൾ മൂലം ശ്വസന ഉപരിതല വിസ്തീർണത്തിൽ കുറവ് സംഭവിക്കുന്ന ശ്വാസകോശ തകരാർ ഏത്? പേജ് നമ്പർ 275 തന്നിട്ടുണ്ട്. എംഫൈസീമ is a chronic disorder in which alveolar walls are damaged, due to which respiratory surface is decreased. So, answer is
emphysema. Question number 5. Prepare 2 correctly matched pairs from the given terms. Omatidia, cardiac tissue, intercalated disc, Malpighian tubules, sense organ, goblet cell. തന്നിരിക്കുന്ന പദങ്ങളിൽ നിന്നും ശരിയായി പൊരുത്തപ്പെടുന്ന 2 ജോഡികൾ തയ്യാറാക്കുക. Find out the answer from page number 114. ഇവിടെ തന്നിട്ടുണ്ട് സെൻസ് ഓർഗാൻസ് ആർ ആൻറ്റനെ, ഐസ്, മാക്സിലറി പാൽപ്സ് എന്നിങ്ങനെ. Each eye consists of about a 2000 hexagonal omatidia. So, answer for A is omatidia, sense organ. ഇനി രണ്ടാമത്തെ ജോഡി നോക്കാം. പേജ് നമ്പർ 105 കാർഡിയാക് മസിൽ ടിഷ്യൂ എന്ന ടോപ്പിക്കിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാം. There are communication junctions called intercalated disc. At some fusion points allow the cells to contract as a unit. സോ ഇവിടെ ആൻസർ, രണ്ടാമത്തെ ജോഡിയുടെ ആൻസർ കാർഡിയാക് ടിഷ്യൂ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്നാണ്. സോ ആൻസർ ഫോർ 5th ക്വസ്റ്റ്യൻ ഒമാറ്റീഡിയ, സെൻസ് ഓർഗൻ, കാർഡിയാക് ടിഷ്യൂ ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് കമൻറ്റ്. ഗ്രാഫ് നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് എഴുതുക. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ എൻസൈം ആക്ഷനുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നോക്കി ഏത് ഗ്രാഫാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തണം. ടെക്സ്റ്റ് ബുക്കിൽ 157 പേജിൽ 3 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. അതിൽ നടുവിലത്തെ, അതായത് ബി ഗ്രാഫ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നതാണ്. അതൊന്ന് വായിച്ചു നോക്കുക. ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓൺ എൻസൈം ആക്ടിവിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 157 അതിനെക്കുറിച്ച് കമൻറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നു. ഈച്ച് എൻസൈം ഷോസ് ഇറ്റ്സ് ഹയസ്റ്റ് ആക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൾഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബോത്ത് ബിലോ ആൻഡ് എബവ് ദ ഒപ്റ്റിമം വാല്യൂ. ലോ ടെമ്പറേച്ചർ പ്രിസർവ്സ് ദ എൻസൈം ഇൻ എ ടെമ്പറർലി ഇനാക്റ്റീവ് സ്റ്റേറ്റ്, whereas high temperature destroys enzymatic activity because proteins are denatured by heat. സോ ഇനി നമുക്ക് ഒന്നുകൂടി ആൻസർ നോക്കാം. ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 6. It is a graph showing effect of change in temperature on enzyme activity. Each enzyme shows its highest activity at a particular temperature called optimum temperature. Enzyme activity declines both below and above the optimum value. Low temperature preserves the enzyme in a temporarily inactive state, whereas high temperature destroys enzyme activity because proteins are denatured by heat. ഓരോ രാസാഗ്നിയും അതിൻ്റെ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത് അതിൻ്റെ നിശ്ചിത അനുകൂല ഊഷ്മാവിലായിരിക്കും. ഈ നിശ്ചിത അളവിലുണ്ടാകുന്ന വർധനവും കുറവും അവയുടെ പ്രവർത്തനക്ഷമത കുറയ്ക്കും. എന്നാൽ താഴ്ന്ന ഊഷ്മാവിൽ രാസാഗ്നി ഒരു നിഷ്ക്രിയാവസ്ഥയിൽ താൽക്കാലികമായി സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഉയർന്ന ഊഷ്മാവിൽ മാംസ്യങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നതിനാൽ രാസാഗ്നിയുടെ പ്രവർത്തനം നിലയ്ക്കുന്നു. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ എനി 9 ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 24. ഈച്ച് ക്യാരീസ് 2 scores. 7th ക്വസ്റ്റ്യൻ. വിച്ച് ഹോർമോണൽ ഡെഫിഷ്യൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോളോയിങ് കണ്ടീഷൻസ്? എ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ബി. ഗ്രേവ്സ് ഡിസീസ്, സി. ക്രെറ്റിനിസം, ഡി. ഡയബറ്റിസ് മെലിറ്റസ്. ഏത് ഹോർമോണിൻ്റെ കുറവാണ് താഴെ പറയുന്ന അവസ്ഥകൾക്ക് കാരണം? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഗ്രേവ്സ് ഡിസീസ്, ക്രെറ്റിനിസം, ഡയബറ്റിസ് മെലിറ്റസ്. NCERT ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് പേജ് നമ്പർ 346 സപ്ലിമെൻ്ററി മെറ്റീരിയലായിട്ട് തന്നിരിക്കുന്നു. യൂണിറ്റ് 5 ചാപ്റ്റർ 22 അഡീഷണൽ പോയിന്റ് നോക്കാം. ആൻ ഇമ്പയർമെൻറ്റ് അഫക്റ്റിംഗ് സിന്തസിസ് ഓർ റിലീസ് ഓഫ് ADH റിസൾട്ട്സ് ഇൻ എ diminished ability of the kidney to conserve water, and this condition is known as diabetes insipidus. So answer for A is deficiency of ADH or antidiuretic hormone or vasopressin. ഇതുപോലെ ബി ക്വസ്റ്റ്യൻ ഗ്രേവ്സ് ഡിസീസ് നോക്കാം. സപ്ലിമെൻ്ററി മെറ്റീരിയലിലെ പേജ് നമ്പർ 346 നോക്കുക. എക്സോഫ്താൽമിക് ഗോയിറ്റർ is a form of hyperthyroidism characterized by enlargement of thyroid gland, protrusion of eyeballs, increased basal metabolic rate and weight loss, also called Graves' disease. ഇത് വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം തെറ്റാണ്. കാരണം ഇറ്റ് ഈസ് നോട്ട് എ ഡെഫിഷ്യൻസി ഡിസീസ് ബട്ട് ഇറ്റ് ഈസ് ഓവർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ഹോർമോൺ. ഇത്തരം ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്താണോ പഠിച്ചത് അത് കൃത്യമായി
ഉത്തരമായി എഴുതുക എന്നുള്ളതാണ്. സോ ഗ്രേവ്സ് ഡിസീസ് ഓർ എക്സോഫ്താൽമിക് ഗോയിറ്റർ ഈസ് ഡ്യൂ ടു ഹൈപ്പർ തൈറോയിഡിസം ഓർ ഓവർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ഹോർമോൺ. അടുത്തത് സി ആണ്, ക്രെട്ടിനിസം. ക്രെട്ടിനിസത്തിൻ്റെ സ്പെല്ലിംഗ് തെറ്റായാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്, എന്നാൽ മലയാളത്തിൽ തന്നിരിക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 333 hypothyroidism during pregnancy causes defective development and maturation of the growing baby leading to stunted growth, cretinism, mental retardation, etc. So cretinism is due to low secretion of thyroid hormone. So answer for C is deficiency of thyroxine or tetraiodothyronine T4 or triiodothyronine T3. ഇതിലേത് എഴുതിയാലും അരമാർക്ക് കിട്ടുന്നതാണ്. 7th ക്വസ്റ്റ്യനിലെ ഡി പാർട്ട് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. പേജ് നമ്പർ 336 ഇൻസുലിൻ എന്ന ഹോർമോണിനെ കുറിച്ചും ഇൻസുലിൻ ഹോർമോണിൻ്റെ അഭാവത്തിൽ പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ ലീഡ്സ് ടു ഡയബറ്റിസ് മെലിറ്റസ് എന്നും പ്രതിപാദിച്ചിരിക്കുന്നു. സോ ദ ആൻസർ ഫോർ ഡി ഈസ് ഡയബറ്റിസ് മെലിറ്റസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഹോർമോൺ. Question number 8. Give 2 examples for each of the following. A. Synovial joint. B. Muscle proteins. താഴെ പറയുന്ന ഓരോന്നിനും 2 ഉദാഹരണങ്ങൾ വീതം എഴുതുക. A. സൈനോവിയൽ സന്ധികൾ. B. മസിൽ പ്രോട്ടീൻ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 312 സൈനോവിയൽ ജോയിൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അത് വായിക്കുക. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, പിവട്ട് ജോയിൻറ്റ്, ഗ്ലൈഡിംഗ് ജോയിൻറ്റ് ആൻഡ് സാഡിൽ ജോയിൻറ്റ്. So answer for 8A, ball and socket joint, hinge joint, pivot joint, gliding joint, saddle joint. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. നെക്സ്റ്റ് ബി പാർട്ടാണ്, മസിൽ പ്രോട്ടീൻസ്. പേജ് നമ്പർ 304 there are 2 important muscle proteins, actin and myosin എന്ന് തന്നിരിക്കുന്നത് കാണാം. So answer for 8B is muscle proteins are 1 actin, 2 myosin. എന്നാൽ പേജ് നമ്പർ 306 സ്ട്രക്ചർ ഓഫ് കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആക്റ്റിൻ്റെ ഘടന എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് ട്രോപ്പോമയോസിൻ എന്നും ട്രോപ്പോണിൻ എന്നും 2 പ്രോട്ടീൻ്റെ പേരുകൾ വരുന്നുണ്ട്. സോ ആക്റ്റിൻ എന്ന പ്രോട്ടീനിൽ കാണപ്പെടുന്ന മറ്റ് 2 പ്രോട്ടീനുകളാണ് ട്രോപ്പോണിനും ട്രോപ്പോമയോസിനും. വീണ്ടും പേജ് നമ്പർ 306 മയോസിൻ ഫിലമെൻറ്റിൻ്റെ ഘടന എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് മയോസിൻ ഫിലമെൻറ്റ് ഈസ് ഫോംഡ് ഓഫ് മോണോമെറിക് പ്രോട്ടീൻസ് കോൾഡ് മീറോമയോസിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ മയോസിൻ പ്രോട്ടീൻ മീറോമയോസിനും ആൻസറായിട്ട് തോന്നാം. മറ്റൊന്ന് മയോഗ്ലോബിൻ, ഇറ്റ് ഈസ് ഓൾസോ എ മസിൽ പ്രോട്ടീൻ. അങ്ങനെ വ്യത്യസ്ത തരം ആൻസറുകൾ മനസ്സിൽ വരുമെങ്കിലും ചോദ്യം പല ആവർത്തി വായിക്കുമ്പോൾ ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ മസിൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ആക്റ്റിൻ ആൻഡ് മയോസിൻ ആണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഹ്യൂമൻ ഡെന്റിഷൻ ഈസ് സെഡ് ടു ബി ഡിഫിയോഡോൺറ്റ് ആൻഡ് ഹെട്രോഡോൺറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ദീസ് ടേംസ്? ഹ്യൂമൻ ഡെന്റിഷൻ ഡിഫയോഡോണ്ടും ഹെട്രോഡോണ്ടുമാണ്. എന്താണ് ഈ പദങ്ങൾ അർത്ഥമാക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 257, 258 ഈ 2 ടേംസും നൽകിയിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ് ഫോംസ് 2 sets of teeth during their life. A set of permanent or adult teeth. This type of dentition is called diffiodont. അതുപോലെ തന്നെ an adult human has 32 permanent teeth which are of 4 different types called heterodont dentition. Incisors, canine, premolars and molars എന്നിങ്ങനെ 4 തരത്തിലുള്ള ഡെന്റിഷൻ കാണുന്നു അല്ലെങ്കിൽ ടീത്ത് കാണുന്നു. ഇതിനെ heterodont dentition എന്ന് പറയുന്നു. So answer for 9, diffiodont. There are 2 sets of teeth in the lifespan of man, temporary teeth or milk teeth or deciduous teeth which is replaced by permanent teeth or adult teeth. Heterodont dentition means there are 4 different types of teeth in man: incisors, canines, premolars and molars. Question number 10. Male cockroach can be easily differentiated from female in their morphological features. A. Name this phenomenon. B. Give one external difference between male and female cockroach. ആൺപാറ്റയെയും പെൺപാറ്റയെയും അവയുടെ രൂപസവിശേഷതകളിലെ വ്യത്യാസം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. എ. ഈ പ്രതിഭാസം ഏതെന്ന് തിരിച്ചറിയുക. ആൺപാറ്റയും പെൺപാറ്റയും തമ്മിലുള്ള ഒരു ബാഹ്യ വ്യത്യാസം എഴുതുക. റഫർ പേജ് നമ്പർ 112. ആൻസർ ഫോർ 10th ക്വസ്റ്റ്യൻ. എ. നെയിം ദിസ് ഫിനോമിനൻ. മെയിൽ കോക്രോച്ച് ആൻഡ് ഫീമെയിൽ കോക്രോച്ച് വ്യത്യാസപ്പെട്ട് കാണുന്ന ഫിനോമിനനെ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നു.
B part. Give one external difference between male and female cockroach. ഓരോന്നായി നോക്കാം. First one. In male cockroach, abdomen is long and narrow. In female cockroach, abdomen is short and broad. Second difference. In male cockroach, no brood pouch. In female cockroach, brood pouch present. Third one. In male cockroach, one pair of anal styles are present. In female cockroach, anal style is absent. Fourth difference. In male cockroach, dorsally, the seventh segment covers only the eighth segment in the abdomen. In female cockroach, dorsally, seventh segment covers both eighth and ninth segments in the abdomen. Fifth one. In male cockroach, ventrally, 9 abdominal segments are visible. In female cockroach, the first 7 abdominal segments are visible. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എല്ലാ പോയിൻറ്സും ടെക്സ്റ്റ് ബുക്കിൽ വിവിധ ഭാഗങ്ങളിലായിരിക്കാം കിടക്കുന്നത്. അത് വായിച്ച് സമ്മറൈസ് ചെയ്ത് നോട്ട് എഴുതിയാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഇത്തരം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ചോദ്യത്തിൽ ഒരു ഡിഫറൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് 112-ാമത്തെ പേജിൽ നിന്ന് കിട്ടുന്നതാണ്. Question number 11. Complete the representation by filling A, B, C and D. ഫില്ലിംഗ് എന്നല്ല ഫയലിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. മലയാളത്തിൽ തന്നിരിക്കുന്നത് കറക്റ്റാണ്. A, B, C, D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നവ പൂരിപ്പിക്കുക. ഇത് അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ചോദ്യമാണ്. ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. സോ എവിടെ നിന്നാണ് ആരോ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രത്യേകം നോക്കുക. NCERT ടെക്സ്റ്റിൽ പേജ് നമ്പർ 297 നോക്കുക. Adrenal cortex release aldosterone. Aldosterone causes reabsorption of Na plus and water from the distal parts of the tubule. So, answer for A is function of aldosterone. Aldosterone causes reabsorption of Na plus and water from the distal parts of the tubule. Answer for B is aldosterone ഏത് ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നതെന്നാണ്. അത് അഡ്രീനൽ കോർട്ടക്സ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടുന്നതാണ്. ഇനി ആൻസർ ഫോർ സി ആൻഡ് ഡി കണ്ടുപിടിക്കുന്നതിനായി പേജ് നമ്പർ 297 റെഫർ ചെയ്യുക. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ ADH ഓർ വാസോപ്രസിൻ റിലീസ് ചെയ്യുന്നത് ന്യൂറോ ഹൈപ്പോഫൈസിസിൽ നിന്നാണ്. ന്യൂറോ ഹൈപ്പോഫൈസിസിനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർസ് നെർവോസ എന്നും പറയാവുന്നതാണ്. തൊട്ടടുത്തായി ADHൻ്റെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നു. ADH ഫെസിലിറ്റേറ്റ്സ് വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം ദ ലാറ്റർ പാർട്സ് ഓഫ് ദ ട്യൂബ്യൂൾ, thereby preventing diuresis. So answer of question number 11C is neurohypophysis or posterior pituitary or pars nervosa, and D is ADH facilitates or increases water reabsorption from distal parts of the tubules, thereby preventing diuresis. ADH has constrictory effects on blood vessels, that is, increase blood pressure, increase glomerular blood flow and increase GFR rate, glomerular filtration rate. Question number 12. Mention a single word term for the following. A. File-like rasping organ in molluscans. B. Property of a living organism to emit light. C. Alternation of generation in cnidarians. D. Hollow bones with air cavities. താഴെ കൊടുത്തിരിക്കുന്നവയ്ക്ക് അനുയോജ്യമായ ഒരൊറ്റ പദമോ അല്ലെങ്കിൽ വാക്കോ എഴുതുക. എ. മൊളസ്കയിലെ അരം അല്ലെങ്കിൽ ഫയൽ പോലുള്ള റാസ്പിംഗ് അവയവം. ബി. പ്രകാശം പുറപ്പെടുവിക്കാനുള്ള ഒരു ജീവിയുടെ കഴിവ്. സി. നിഡേറിയൻസിൽ കാണപ്പെടുന്ന തലമുറകളുടെ ആവർത്തനം. ഡി. പൊള്ളയായതും വായു അറകൾ ഉള്ളതുമായ അസ്ഥികൾ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 53-ൽ തന്നിട്ടുണ്ട്. ദ മൗത്ത് കണ്ടെയ്ൻസ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിംഗ് കോൾഡ് റാഡുല. സോ ഫസ്റ്റ് ആൻസർ ഈസ് റാഡുല. അടുത്തത് പേജ് നമ്പർ 51-ൽ ബയോലുമിനിസെൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ഇറ്റ് ഈസ് വെൽ മാർക്ക്ഡ് ഇൻ ടീനോഫോഴ്സ് എന്ന് തന്നിട്ടുണ്ട്. സോ ദ ആൻസർ ഫോർ സെക്കൻഡ് വൺ ഈസ് ബയോലുമിനിസെൻസ്. പേജ് നമ്പർ 50-ൽ സിയുടെ ആൻസർ തന്നിട്ടുണ്ട്. ദോസ് നിഡേറിയൻസ് which exist in both forms exhibit alternation of generation or metagenesis. So the answer is metagenesis. Page number 58 refer cheyu. Endoskeleton is fully ossified or bony and the long bone are hollow with air cavities or pneumatic എന്ന് ക്ലാസ് എയ്വ്സ് എന്ന ടോപ്പിക്കിൽ തന്നിട്ടുണ്ട്.
So the answer for D is hollow bones with air cavities is pneumatic bone. So the final answers are: answer for A, file-like rasping organ in molluscans is radula. B, property of a living organism to emit light is bioluminescence. C, alternation of generation in cnidarians is metagenesis. And D, hollow bones with air cavities is pneumatic bone. Question number 13. Match the hexagons with stars correctly. ഹെക്സഗൺസിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഇൻഡെക്സ് ടു പ്ലാന്റ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എൻ ഏരിയ, സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് വിത്ത് കളക്ഷൻ ഓഫ് ലിവിംഗ് പ്ലാന്റ്സ്, കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അനുസൃതമായ സ്റ്റാറുകളിൽ നിന്നുള്ള വാക്കുകൾ സെലക്ട് ചെയ്ത് മാച്ച് ചെയ്യണം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ നോക്കാം. പേജ് നമ്പർ 14 നോക്കുക. ഫ്ലോറ contains the actual account of habitat and distribution of plants of a given area. These provide the index to the plant species found in a particular area. The first answer is flora. It is the index to the plant species found in a particular area. അടുത്തത് പേജ് നമ്പർ 12-ൽ ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദീസ് സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ഹാവ് കളക്ഷൻസ് ഓഫ് ലിവിംഗ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. അടുത്തത് പേജ് നമ്പർ 12-ൽ മ്യൂസിയത്തെക്കുറിച്ചാണ്. മ്യൂസിയംസ് ഹാവ് കളക്ഷൻസ് ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. ലാസ്റ്റ് വൺ പേജ് നമ്പർ 14-ൽ മോണോഗ്രാഫ്സ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ എന്ന് തന്നിരിക്കുന്നു. So final answers are: index to plant species found in an area is flora, specialized gardens with a collection of living plants is botanical garden, collection of preserved plants and animals is museum, information of any one taxon is monograph. Question number 14. Label the parts marked A and B. Write their functions. A, B എന്ന് രേഖപ്പെടുത്തിയ ഭാഗങ്ങൾ അവയുടെ ധർമ്മവും എഴുതുക. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ചിത്രം പേജ് നമ്പർ 113 നിന്നാണ്. അലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച് എന്ന പിക്ചറാണ് റെഫർ ചെയ്യേണ്ടത്. ഈ ചിത്രത്തിൽ ലേബിൾ ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്ന് നോക്കാം. എ ഈസ് ഹെപ്പാറ്റിക് CK ഓർ ഗ്യാസ്ട്രിക് CK. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലോ. എ റിംഗ് ഓഫ് 6 to 8 blind tubules called hepatic or gastric CK is present at the junction of foregut and midgut which secrete digestive juice. ഇനി രണ്ടാമത്തെ പാർട്ട് ബി ഏതാണെന്ന് നോക്കാം. At the junction of midgut and hindgut is present another ring of 100 to 150 yellow colored thin filamentous Malpighian tubules. So B is Malpighian tubule. And അതിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. They help in the removal of excretory products from hemolymph. Malpighian tubule is the excretory organ in cockroach. So 14th answer ഒന്നുകൂടി നോക്കാം. A, hepatic CK or gastric CK function, it secretes digestive juice. B, Malpighian tubule function, they help in removal of excretory products from hemolymph. Question number 15. Pick out the parts of a nephron from the given pool and arrange them in sequential order from Bowman's capsule. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും നെഫ്രോണിൻ്റെ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് അവയെ ബൗമാൻസ് ക്യാപ്സ്യൂളിൽ തുടങ്ങി ക്രമപ്പെടുത്തുക. കളക്റ്റിംഗ് ഡക്റ്റ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലിസ് ലൂപ്പ്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 292-293 എന്നിവയിൽ സ്ട്രക്ചർ ഓഫ് നെഫ്രോണിൻ്റെ വിവിധ ഭാഗങ്ങൾ ഓർഡറിൽ തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. ബൗമാൻസ് ക്യാപ്സ്യൂൾ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലിസ് ലൂപ്പ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, കളക്റ്റിംഗ് ഡക്റ്റ് എന്നിവയാണവ. The answer is sequential order is Bowman's capsule, proximal convoluted tubule, Henle's loop, distal convoluted tubule, collecting duct. Question number 16. Label the parts A, B, C and D in the given picture. തന്നിരിക്കുന്ന ചിത്രത്തിൽ A, B, C, D എന്നീ ഭാഗങ്ങൾ ലേബൽ ചെയ്യുക. ഈ പിക്ചർ പേജ് നമ്പർ 260 നിന്നാണ്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ഗട്ട്സ്. ആൻസർ നോക്കാം. എ മ്യൂക്കോസ, ബി സബ് മ്യൂക്കോസ, സി ലൂമൺ ആൻഡ് ഡി സീറോസ. ക്വസ്റ്റ്യൻ നമ്പർ 17.
The name of different bones seen in forelimb and hind limb are given below. Arrange them in 2 columns. മുൻകാലുകളിലും പിൻകാലുകളിലും കാണപ്പെടുന്ന വ്യത്യസ്ത അസ്ഥികളുടെ പേരുകൾ ചുവടെ ചേർത്തിരിക്കുന്നു. അവയെ 2 നിരകളിലായി ക്രമീകരിക്കുക. ഹ്യൂമറസ്, ടിബിയ, കാർപ്പൽസ്, ഫിബുല. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 311 തന്നിരിക്കുന്നു. അപ്പർ ആമിൻ്റെ ബോൺസും ലോവർ ലിംബിൻ്റെ ബോൺസും ഡയഗ്രാം തന്നിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. ആൻസർ ഫോർ 17 is there are 2 columns, bones in forelimb and bones in hind limb. Bones in forelimb are humerus and carpals. Bones in hind limb are tibia and fibula. Question number 18. A boy was trapped in a lift and his heart rate as well as breathing rate increased. ഒരു കുട്ടി ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി, അവൻ്റെ ഹൃദയമിടിപ്പും ശ്വസന നിരക്കും വർദ്ധിച്ചു. എ. നെയിം ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഇതിന് കാരണമായ ഹോർമോണുകളുടെ പേരെന്ത്? ബി. വാട്ട് ഈസ് ദ കളക്റ്റീവ് നെയിം ഫോർ ദീസ് ഹോർമോൺസ്. ഈ ഹോർമോണുകൾക്ക് പറയുന്ന കൂട്ടായ പേരെന്ത്? സി. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ദീസ് ഹോർമോൺസ്. ഏത് ഗ്രന്ഥിയാണ് ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഡി. വേർ ഈസ് ദിസ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ്. എവിടെയാണ് ഈ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്? പേജ് നമ്പർ 334, 335 റെഫർ ചെയ്യുക. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന ടോപ്പിക്കിലാണ് തന്നിരിക്കുന്നത്. Adrenal gland is divided into adrenal medulla and adrenal cortex. The adrenal medulla secretes 2 hormones called adrenaline or epinephrine and noradrenaline or norepinephrine. These are commonly called as catecholamines. Adrenaline and noradrenaline are rapidly secreted in response to stress of any kind and during emergency situations and are called emergency hormones or hormones of fight or flight. Both the hormones increase the heartbeat, the strength of heart contraction and the rate of respiration. So we can see the answer once more. A. Name the hormone responsible for this. Adrenaline and noradrenaline or epinephrine and norepinephrine. B. What is the collective name for these hormones? Adrenaline and noradrenaline are together called catecholamines. C. Which gland produce these hormones? Adrenal medulla or adrenal gland എന്ന് എഴുതിയാലും മാർക്ക് കൊടുക്കാം. D. Where is this gland located? Adrenal gland is located at the anterior part of each kidney. Question number 19. A. Name the tissue marked A and B. A, B എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന കലകളേവ? B. Among these, which one is referred to as pacemaker and why? ഇവയിൽ പേസ്മേക്കർ എന്നറിയപ്പെടുന്ന ടിഷ്യൂ ഏത്, കാരണമെന്ത്? ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ ഹാർട്ടിൻ്റെ സെക്ഷനാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 283 റെഫർ ചെയ്യുക. സെക്ഷൻ ഓഫ് എ ഹ്യൂമൻ ഹാർട്ട് എന്ന ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. അവിടെ SA നോഡ് ഓർ സൈനോഏട്രിയൽ നോഡും അതുപോലെ AV നോഡ് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡുമാണ് എയും ബിയുമായി ലേബൽ ചെയ്തിരിക്കുന്നത്. സോ ആൻസർ ഫോർ 19 A is SA node or SAN or sinoatrial node. B is AVN or AV node or atrioventricular node. പേജ് നമ്പർ 283 എന്തുകൊണ്ടാണ് SA നോഡിനെ പേസ്മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് എന്നതിൻ്റെ ഉത്തരം തന്നിട്ടുണ്ട്. സോ ആൻസർ ഫോർ B is SA node can generate the maximum number of action potential, that is 70 to 75 per minute, and is responsible for initiating and maintaining the rhythmic contractile activity of the heart. Therefore, it is called pacemaker of the heart. Question number 20. A student of class 11 collected some specimens during the field trip conducted by the science club. Help him to classify these animals to their respective phylum or class. സ്പോഞ്ചില, ടീനോപ്ലാസ, ലാക്സിഫർ, കലോട്ടസ്. സയൻസ് ക്ലബ്ബ് നടത്തിയ ഒരു ഫീൽഡ് ട്രിപ്പിൽ പങ്കെടുത്ത ഒരു 11ാം ക്ലാസ് വിദ്യാർത്ഥി താഴെ പറയുന്ന ജീവികളെ ശേഖരിച്ചു. ഇവയുടെ ശരിയായ ഫൈലം അല്ലെങ്കിൽ ക്ലാസ് കണ്ടെത്തുവാൻ ആ വിദ്യാർത്ഥിയെ സഹായിക്കുക. സ്പോഞ്ചില, ടീനോപ്ലാന, ലാക്സിഫർ, കലോട്ടസ്. ഈ ക്വസ്റ്റ്യനിൽ ഇംഗ്ലീഷിൽ തന്നിരിക്കുന്നത് ടീനോപ്ലാസ എന്നാണ്. അത് തെറ്റാണ്. ടീനോപ്ലാന എന്നാണ് തരേണ്ടിയിരുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 50, 51 എന്നിവയിൽ
സ്പോഞ്ചില്ല എന്നുള്ളത് ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണെന്നും ടീനോപ്ലാന ടീനോഫോറ എന്ന ഫൈലത്തിൽ വരുന്നതാണെന്നും തന്നിട്ടുണ്ട്. പേജ് നമ്പർ 53-ൽ ലാക്സിഫർ ലാക് ഇൻസെക്റ്റ് എന്നുള്ളത് ആർത്രോപോഡ ഫൈലത്തിൽ പെടുന്നതാണെന്ന് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 58-ൽ കലോട്ടസ് ഗാർഡൻ ലിസാർഡ് ക്ലാസ് റെപ്റ്റീലിയയിൽ പെടുന്നതാണെന്ന് തന്നിരിക്കുന്നു. സോ ഫൈനൽ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 20, സ്പോഞ്ചില ഫൈലം പോറിഫെറ, ടീനോപ്ലാന ഫൈലം ടീനോഫോറ, ലാക്സിഫർ ഫൈലം ആർത്രോപോഡ, കലോട്ടസ് ഫൈലം കോഡേറ്റ ഓർ ഫൈലം വെർട്ടബ്രേറ്റ ഓർ ക്ലാസ് റെപ്റ്റീലിയ എന്ന് എഴുതിയാലും മാർക്ക് കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21, റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് എ അലാനിൻ, ബി ഗ്ലൈസിൻ. അലാനിൻ, ഗ്ലൈസിൻ എന്നിവയുടെ ഘടന എഴുതുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 145-ൽ ഗ്ലൈസിൻ്റെയും അലാനിൻ്റെയും ഘടന തന്നിട്ടുണ്ട്. രണ്ടും അമിനോ ആസിഡുകളാണ്. ആൻസർ ഫോർ 21, എ ഈസ് അലാനിൻ. അതിൽ മിഡിൽ കാർബൺ ആറ്റത്തിനോട് 4 ഗ്രൂപ്പുകൾ ചേർന്നിട്ടുണ്ട്. NH2, H, COOH ആൻഡ് CH3. ഗ്ലൈസിനിൽ മിഡിൽ കാർബണിനോട് NH2, COOH, H ആൻഡ് H. അങ്ങനെ 2 ഹൈഡ്രജൻ അയോണുകൾ മിഡിൽ കാർബൺ ആറ്റത്തിനോട് ഗ്ലൈസിനിൽ കൂടിച്ചേർന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 22, ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോയിങ് the physiological processes involved in the formation of cross bridges during muscle contraction. പേശി സങ്കോച സമയത്ത് ക്രോസ് ബ്രിഡ്ജുകളുടെ രൂപീകരണത്തിൽ ഉൾപ്പെടുന്ന ഫിസിയോളജിക്കൽ പ്രക്രിയകൾ വ്യക്തമാക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 306, 307 എന്നീ പേജുകളിൽ വളരെ വ്യക്തമായി മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. First step, muscle contraction initiated by signal sent by central nervous system through a motor neuron. Second step, neural signal reaches neuromuscular junction or motor end plate. Third, release of neurotransmitter acetylcholine. Fourth, generation of action potential in the sarcolemma. Fifth, release of calcium ions into the sarcoplasm. Sixth step, binding of calcium ions with subunit of troponin on actin filaments. Seventh, removing the masking of active sites on actin filaments for myosin. Eighth step or last step, using the energy from ATP hydrolysis, the myosin head binds to the exposed active sites on actin to form a cross bridge. Question number 23. Figure A and B shows the fishes of 2 different classes. Identify and differentiate between them. ചിത്രം A, B എന്നിവ 2 വ്യത്യസ്ത ക്ലാസുകളിൽപ്പെട്ട മത്സ്യങ്ങളെ കാണിക്കുന്നു. അവയെ തിരിച്ചറിഞ്ഞ് അവ തമ്മിലുള്ള വ്യത്യാസം എഴുതുക. NCERT ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 56, 57 എന്നിവയിൽ ചിത്രം സഹിതം എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നു. Figure A is shark. It belongs to class Chondrichthyes. Figure B is cutla. It belongs to Osteichthyes. Now let us see the difference. In class Chondrichthyes, they are marine animals, whereas class Osteichthyes, both marine and freshwater animals can be seen. In class Chondrichthyes, cartilaginous endoskeleton can be seen, whereas in class Osteichthyes, bony endoskeleton can be seen. Third difference, in class Chondrichthyes, mouth located ventrally, whereas in class Osteichthyes, mouth is terminal. In class Chondrichthyes, gill slits are separate without operculum, whereas in class Osteichthyes, there are 4 pairs of gills which are covered by operculum. Fifth difference, in class Chondrichthyes, the skin is covered with placoid scale. In class Osteichthyes, the skin is covered with a cycloid or ctenoid scale. Sixth point, in class Chondrichthyes, air bladder is absent, so they have to swim continuously. In class Osteichthyes, air bladder is present, so they can float on the surface of water. Seventh point, in class Chondrichthyes, most of them are viviparous. They give birth to young ones. Whereas in class Osteichthyes, mostly oviparous animals can be seen. They are egg laying. മുട്ടയിടുന്നവയാണ്. ഇത്രയും എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 ഡിഫറൻസ് എഴുതിയാൽ മതി. Observe the table given below and replace A, B, C and D from those animals given in brackets.
ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ഹൈഡ്ര, ഷാർക്ക്, സ്പോഞ്ചില, സ്റ്റാർഫിഷ്. 3 കോളം തന്നിട്ടുണ്ട്. അസിമെട്രി, റേഡിയൽ സിമെട്രി, ബയലാറ്ററൽ സിമെട്രി. ഈ കോളത്തിൽ കറക്റ്റായിട്ടുള്ള ആനിമൽസിനെ തിരഞ്ഞെടുത്ത് എഴുതുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 56 കൃത്യമായി സിമെട്രിയുടെ തരം തിരിച്ചു തന്നിട്ടുണ്ട്. അത് റെഫർ ചെയ്ത് പഠിച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. ആൻസർ 24. അസിമെട്രി സി. സ്പോഞ്ചില. ബയലാറ്ററൽ സിമെട്രി ബി. ഷാർക്ക്. റേഡിയൽ സിമെട്രി എ. ഹൈഡ്ര ആൻഡ് ഡി. സ്റ്റാർഫിഷ്. Answer any 3 questions from 25 to 30. Each carries 3 scores. 25. A. What is ECG? എന്താണ് ECG? B. Draw a standard ECG and explain the different waves in it. ഒരു സ്റ്റാൻഡേർഡ് ECG വരച്ച് അതിലെ വ്യത്യസ്ത തരംഗങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വിശദമാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 285, 286 എന്നിവയിൽ ECGയുടെ ഡയഗ്രാം അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ടുണ്ട്. ECG എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഈച്ച് വേവ് എന്താണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതെന്നും വിശദമായി തന്നിട്ടുണ്ട്. ആൻസർ ഫോർ 25A ഈസ് ഇലക്ട്രോകാർഡിയോഗ്രാം. ECG is electrocardiogram. It is a graphical representation of electrical activity of heart during a cardiac cycle. ECGയിലെ വ്യത്യസ്ത തരംഗങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. P wave represents electrical depolarization of atria or contraction of atria. QRS complex electrical depolarization of ventricles or contraction of ventricles. T wave represents repolarization of ventricle. Question number 26. Non-protein constituents called cofactors are bound to the enzyme to make it catalytically active. എൻസൈമിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോട്ടീനേതര ഘടകങ്ങളുടെ കോഫാക്ടറുകളാണ് അവയെ പ്രവർത്തന സജ്ജമാക്കുന്നത്. Question A is name the protein part of the enzyme. പ്രവർത്തന സജ്ജമായ എൻസൈമിലെ പ്രോട്ടീൻ ഭാഗത്തിൻ്റെ പേരെഴുതുക. ബി. മെൻഷൻ എനി 2 kinds of cofactors വിത്ത് എക്സാമ്പിൾസ്. ഏതെങ്കിലും 2 കോഫാക്ടറുകളെക്കുറിച്ച് ഉദാഹരണ സഹിതം പ്രതിപാദിക്കുക. സി. വാട്ട് ഹാപ്പൻസ് ടു ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈം വെൻ ദ കോഫാക്ടർ ഈസ് റിമൂവ്ഡ്. എൻസൈമിൽ നിന്ന് കോഫാക്ടറുകൾ നീക്കം ചെയ്താൽ അതിൻ്റെ പ്രവർത്തനത്തിന് എന്ത് സംഭവിക്കും? ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 159 കോഫാക്ടേഴ്സിനെ കുറിച്ചും അപ്പോ എൻസൈമിനെ കുറിച്ചും വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റെഫർ ചെയ്യുക. ആൻസർ ഫോർ 26A. ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം ഈസ് അപ്പോ എൻസൈം. ആൻസർ ഫോർ ബി. മെൻഷൻ എനി 2 kinds of cofactors with examples. First one, prosthetic group. They are organic compounds tightly bound to the apo enzyme. Example, heme is the prosthetic group in peroxidase and catalase enzymes, which break down hydrogen peroxide to water and oxygen. Second cofactor is coenzymes. They are also organic compounds, but their association with the apo enzyme is temporary or transient only during the reaction. Example, NAD and NADH. NAD is nicotinamide adenine dinucleotide. Another example for cofactor is metal ions. A number of enzymes require metal ions for their activity, which forms coordination bonds with side chains at the active site. They also form one or more coordination bonds with a substrate. Example, zinc is the cofactor for the proteolytic enzyme carboxypeptidase. Question number C. എൻസൈമിൽ നിന്ന് കോഫാക്ടറുകൾ നീക്കം ചെയ്താൽ അതിൻ്റെ പ്രവർത്തനത്തിന് എന്ത് സംഭവിക്കും? കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഈസ് ലോസ്റ്റ് വെൻ കോഫാക്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം ദ സബ്സ്ട്രേറ്റ്. Question number 27. Name the distinctive character responsible for the group names of the following animal. A. Ctenophora. B. Echinodermata. C. Mammalia. D. Chordata. E. Annelida. F. Arthropoda. ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ വിവിധ ഫൈലങ്ങളുടെ പേരുകളുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻസർ എ. ഫൈലം Ctenophora got its name from presence of 8 rows of ciliated comb plates. B. Echinodermata got its name from endoskeleton of calcareous ossicles. C. Mammalia, presence of milk-producing mammary glands. D. Chordata, due to presence of notochord.
E. Annelida. Body is externally divided as annulus or little ring. Arthropoda got its name from two words. Arthros means jointed, poda means legs. Presence of jointed appendages or jointed legs gave the name phylum Arthropoda. Question number 28. A graph is given here. A. What is depicted by this graph? ഈ ഗ്രാഫ് എന്തിനെ സൂചിപ്പിക്കുന്നു? B. Write any 3 factors which can alter this graph. ആ ഗ്രാഫിനെ സ്വാധീനിക്കാൻ കഴിയുന്ന 3 ഘടകങ്ങൾ ഏവ? C. What is its significance? ഇതിൻ്റെ പ്രാധാന്യം എന്ത്? Refer page number 274. First part A. What is depicted by this graph? It is oxygen dissociation curve. The graph shows the relation between partial pressure of oxygen PO2 and percentage saturation of hemoglobin with oxygen. Question number B. Write any 3 factors which can alter this graph. PO2, PCO2, temperature, pH or H plus ion concentration. C. What is its significance? Significance of graph നോക്കാം. It is highly useful in studying the effect of factors like PCO2, pH, H plus ion concentration on binding of oxygen with hemoglobin. Question number 29. A. Prepare a pathway of an action using the following hints. താഴെ കൊടുത്തിരിക്കുന്ന സൂചന ഉപയോഗിച്ച് ഒരു പ്രവർത്തനത്തിൻ്റെ പാത തയ്യാറാക്കുക. Hints. Receptor, interneuron in spinal cord, motor neuron, effector organ, afferent neuron. Question number B. Give one example for such action. In textbook page number 322 reflex action and reflex arc എന്ന ടോപ്പിക്കിൽ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ തന്നിട്ടുണ്ട്. So answer for 29th question. A part is receptor, afferent neuron, interneuron in spinal cord, motor neuron, effector organ. ഇങ്ങനെ pathway of reflex action എഴുതാവുന്നതാണ്. B section. Give one example for such action. First one, knee jerk movement. Second one, sudden withdrawal of hand while touching a hot object. Question number 30. Cell junctions provide both structural and functional links between its individual cells. Name and comment on the different types of cell junctions. കോശങ്ങളുടെ ഇടയിലുള്ള ഘടനാപരവും ധർമ്മപരവുമായ ലിങ്കുകളാണ് സെൽ ജംഗ്ഷനുകൾ അല്ലെങ്കിൽ കോശസന്ധികൾ. വിവിധ തരം കോശസന്ധികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 102 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ജംഗ്ഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ടൈറ്റ് ജംഗ്ഷൻസ്, അഡ്ഹെറിങ് ജംഗ്ഷൻസ് ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ആൻസർ 30. 3 types of cell junctions are tight junctions, adhering junctions and gap junctions. Tight junctions help to stop substances leaking across the tissue. Adhering junctions perform cementing to keep neighboring cells together. Gap junctions help to facilitate the cells to communicate with each other by connecting the cytoplasm of adjoining cells for rapid transfer of ions, small molecules and sometimes big molecules. Thank you for watching this video. Like, share and subscribe Sunus Bios video channel.